സീസണിലെ IPL-ൽ തുടക്കം പാളിയ ശേഷം ഇപ്പോൾ ശക്തമായി തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ്. അവസാനത്തെ 3 മത്സരങ്ങളിലും ജയിച്ച മുംബൈ ഇപ്പോൾ 6ാം സ്ഥാനത്താണ്. ഇതോടെ പ്ലേ ഓഫ് പ്രതീക്ഷകളും സജീവമാക്കിയിരിക്കുകയാണ് ഹാർദിക് പാണ്ഡ്യയും സംഘവും. ബാറ്റിംഗ് നിര ക്ലിക്ക് ആവുന്നതിനോടൊപ്പം ബൗളിംഗ് നിരയും ഫോമിലേക്ക് ഉയർന്നതാണ് മുംബൈക്ക് തുണയായത്. മുൻ ക്യാപ്റ്റനും ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മ ഫോമിലല്ല എന്നതായിരുന്നു അവസാന മത്സരത്തിന് മുൻപ് വരെ മുംബൈയെ അലട്ടിയിരുന്ന കാര്യം. എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ മുംബൈ 9 വിക്കറ്റിന് തോൽപ്പിച്ച കളിയിൽ ടീമിന്റെ ഹീറോ ഹിറ്റ്മാൻ ആയിരുന്നു. 46 ബോളിൽ 6 സിക്സറും 4 ഫോറും അടക്കം 76 റൺസാണ് അദ്ദേഹം വാരിക്കൂട്ടിയത്. സീസണിൽ ഇതിനകം നടന്നിട്ടുള്ള മത്സരങ്ങളിലെല്ലാം ബാറ്റിംഗിൽ മാത്രം അദ്ദേഹത്തെ ഉപയോഗിക്കുക എന്നതായിരുന്നു ടീമിന്റെ പ്ലാൻ. എന്നാൽ തന്റെ പുതിയ റോളിൽ രോഹിത്തിന് അതൃപ്തി ഉണ്ടെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അവസാന മത്സരശേഷമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നതും ഇക്കാര്യം തന്നെയാണ്. ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള കളിയിൽ നോട്ട് ഔട്ട് ആവാതെ 50യുമായി പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷമാണ് മുംബൈ ഇന്ത്യൻസിലെ പുതിയ റോളിലുള്ള അതൃപ്തി രോഹിത് ശർമ്മ പരോക്ഷമായി പ്രകടിപ്പിച്ചത്. ഫീൽഡിങ്ങിന് ഇറങ്ങാതെ ഇമ്പാക്ട് സബായി ബാറ്റിംഗിൽ മാത്രം കളിക്കേണ്ടി വരുമ്പോൾ അത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. 2-3 ഓവറുകൾ വലിയ വ്യത്യാസമുണ്ടാക്കില്ല. പക്ഷെ നിങ്ങൾ 17 ഓവറുകളും ഫീൽഡ് ചെയ്യാതിരുന്ന ശേഷം പിന്നീട് ബാറ്റിംഗിൽ മാത്രം ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ എളുപ്പമല്ല. പക്ഷെ ഇതാണ് ഇപ്പോഴത്തെ ഗെയിം പ്ലാൻ. പക്ഷെ എന്റെ ടീം ആഗ്രഹിക്കുകയാണെങ്കിൽ നേരിട്ട് ബാറ്റിംഗിന് മാത്രമായി ഇറങ്ങാനും എനിക്ക് കുഴപ്പമില്ല എന്നുമാണ് രോഹിത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഫീൽഡിംഗിൽ ടീമിന്റെ ഭാഗമാവാതിരുന്നതിന് ശേഷം ബാറ്റിംഗിന് മാത്രമായി എത്തുക ബുദ്ധിമുട്ടാണെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തിലുള്ള അതൃപ്തി തന്നെയാണ്. ഇമ്പാക്ട് പ്ലെയർ റോളിന് പകരം മുഴുവൻ സമയവും കളിക്കുന്നയാളുടെ റോളാണ് താല്പര്യമെന്നും രോഹിത്തിന്റെ വാക്കുകളിൽ നിന്നും പ്രകടമാണ്. സീസണിൽ നേരത്തെ കളിച്ചിട്ടുള്ള മത്സരങ്ങളിൽ ബാറ്റിംഗിൽ അദ്ദേഹത്തിന്റെ മോശം പ്രകടനത്തിന് കാരണവും ഇതാണെന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. രോഹിത്തിന്റെ ഈ അതൃപ്തി കഴിഞ്ഞ IPL-ലേതുപോലെ ഇത്തവണ മുംബൈ ടീമിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും ആരാധകർക്കുണ്ട്. കഴിഞ്ഞ തവണ മുംബൈ ടീമിനകത്ത് വലിയ രീതിയിൽ ഭിന്നിപ്പും ഗ്രൂപ്പ് കളിയും എല്ലാം നടന്നിരുന്നു. രോഹിത്തും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ എന്നിവരെല്ലാം ഒരു ഗ്രൂപ്പായി തിരിയുകയായിരുന്നു. മറുഭാഗത്ത് ഹാർദിക്കിന്റെ ഗ്രൂപ്പിൽ ഇഷാൻ കിഷൻ ഉൾപ്പെടെ ചില താരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നായക സ്ഥാനത്ത് നിന്നും രോഹിത്തിനെ പുറത്താക്കിയ ശേഷം ലേലത്തിൽ തിരികെ കൊണ്ടുവന്ന ഹാർദിക്കിനെ ക്യാപ്റ്റൻ ആക്കിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. മുംബൈ ടീം മാനേജ്മെന്റിന്റെ ഈ തീരുമാനത്തിൽ രോഹിത്തിനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കുമെല്ലാം അതൃപ്തിയും രോഷവും ഉണ്ടായിരുന്നു. മാത്രമല്ല ആരാധകരും പൂർണ്ണമായി മുംബൈക്ക് എതിരായി മാറിയിരുന്നു. ടീമിനകത്തെ ഈ പൊട്ടലും ചീറ്റലും കാരണം കഴിഞ്ഞ സീസണിൽ പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് മുംബൈ ഫിനിഷ് ചെയ്തത്.